സം നാട്ടുകാർ ആൻഡ് ബന്ധുക്കൾ. അയ്യോ, ഇതെന്താ കുഞ്ഞാകെ ക്ഷീണിച്ച് മെലിഞ്ഞ് ഒട്ടിപ്പോയല്ലോ. നീ അതിനൊന്നും കഴിക്കാൻ കൊടുക്കുന്നില്ലേ? കുഞ്ഞിനിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കൊടുക്ക്. ഈ വക ചോദ്യങ്ങളും പരിഹാസങ്ങളും ഒക്കെ കേൾക്കുന്നവരാണോ നിങ്ങൾ? എന്നാലേ ഇനി മുതൽ ഇതൊന്നും കേട്ടിരിക്കരുത്. കുഞ്ഞുങ്ങളുടെ ആരോഗ്യം അവരുടെ തടിച്ചു കൊഴുത്ത ശരീരത്തിലല്ല. കുഞ്ഞുങ്ങൾ ആക്റ്റീവായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ അതിനർത്ഥം കുഞ്ഞുങ്ങൾ ഹെൽത്തി ആണെന്ന് തന്നെയാണ്. മെലിഞ്ഞു പോയി എന്നുള്ളൊരു കാരണത്താൽ അവര് അൺഹെൽത്തി ആണെന്ന് ആരും ചിന്തിക്കരുത്. വല്ലവരുടെയും വാക്ക് കേട്ട് കുഞ്ഞിനെ വഴക്ക് പറഞ്ഞും നിർബന്ധിച്ചും തല്ലിയും ഒക്കെ ഫുഡ് കഴിപ്പിക്കുന്ന ഒരുപാട് അമ്മമാര് നമ്മുടെ ചുറ്റുമുണ്ട്. അൺഹെൽത്തി ആയതുകൊണ്ട് മാത്രമാണോ കുഞ്ഞുങ്ങൾ മെലിഞ്ഞു പോകുന്നത്? ഒരിക്കലും അല്ല കേട്ടോ. അങ്ങനെ നമുക്ക് ഒരിക്കലും പറയാനും പറ്റില്ല. മേ ബി അവരുടെ അച്ഛനും അമ്മയ്ക്കും ആ ഒരു വണ്ണമായിരിക്കും ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ ആ ഒരു ശരീരപ്രകൃതമായിരിക്കും. അത് തന്നെയായിരിക്കും കുഞ്ഞിനും കിട്ടുക. ചിലപ്പോ അതും ആയിരിക്കില്ല കാരണം കുഞ്ഞിന്റെ ശരീരപ്രകൃതം അങ്ങനെയായിരിക്കാം. അപ്പൊ നമ്മൾ പല അമ്മമാരും ചിന്തിക്കേണ്ടത് കുഞ്ഞിനെ കുറെ നിർബന്ധിച്ച് ഫുഡ് കഴിപ്പിച്ചിട്ട് കാര്യമില്ല. അവർക്ക് ആവശ്യമുള്ള ഹെൽത്തി ഫുഡ് സമയാസമയം കൊടുക്കുക. അതും അവര് മതി എന്ന് പറയുന്നത് വരെ. ചില അമ്മമാരെ ഞാൻ കണ്ടിട്ടുണ്ട്, ഫുഡ് മതി എന്ന് പറഞ്ഞാലും കുത്തിക്കടത്തി കുഞ്ഞിനെ കഴിപ്പിക്കുന്ന. ചിലപ്പോൾ അത് തികട്ടി ഓപ്പോസിറ്റ് ആയിട്ട് കുഞ്ഞ് വൊമിറ്റ് ചെയ്യാനൊക്കെ ഉള്ള ടെൻഡൻസി കാണിക്കും. അങ്ങനെ നമ്മൾ ഫുഡ് കൊടുത്തിട്ട് ഒരു കാര്യമില്ല. കുഞ്ഞിനെ അത് ഇറിറ്റേറ്റ് ചെയ്യും അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കും എന്നല്ലാതെ അതുകൊണ്ട് ഒരു പ്രയോജനവും കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് എല്ലാവരും കുഞ്ഞുങ്ങളെ മാക്സിമം അവർക്ക് വേണ്ട ഫുഡ് മാത്രം കൊടുക്കുക. അവര് പറഞ്ഞു ഇവര് പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് കുഞ്ഞുങ്ങളെ ഒരിക്കലും നിർബന്ധിച്ച് ഫുഡ് കഴിപ്പിക്കരുത്.